നമ്മുടെ സ്റ്റഡി മെത്തേഡ്സിനെ പറ്റിയുള്ള ഡിസ്കഷൻ ഇന്ന് കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് PQRST എന്നൊരു ടെക്നിക് ആയിരുന്നു. ഇന്ന് വേറെ പുതിയ ചില ടിപ്സ് പറയാം. അപ്പോൾ പഠിക്കുന്ന സമയത്ത് പല കുട്ടികളും ചെയ്യുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. ഒന്ന്, ഹൈലൈറ്റ് ചെയ്യലാണ്. അതായത് കുറച്ചൊക്കെ ഹൈലൈറ്റ് ആണെങ്കിൽ ശരി, യൂസ്ഫുൾ ആണ്. പക്ഷെ പലരുടെയും ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ പെയിന്റ് അടിച്ച പോലെ ഇരിക്കും. പല കളറിലുള്ള മൊത്തത്തിൽ പല ഹൈലൈറ്റിൽ ഇങ്ങനെ മുക്കിയെടുത്തതുപോലെ ഇരിക്കും. വേറൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സെയിം നോട്ട്സ്, വായിച്ച നോട്ട്സ് ഇങ്ങനെ ചുമ്മാ വെറുതെ വായിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ചില കുട്ടികളൊക്കെ എല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കും. അവസാനം ശരിക്കും എക്സാമിന് ചോദിക്കുന്ന, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആവശ്യത്തിന് ഫോക്കസ് കിട്ടില്ല. ഇങ്ങനെയുള്ള പല മിസ്റ്റേക്സ് ആണ് ഈവൻ നന്നായി പഠിക്കുന്ന കുട്ടികൾ പോലും എക്സാമിൻ്റെ സമയത്ത് വരുത്തുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം പഠിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിനൊരു 60% മാത്രമേ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടി ദിവസം കഴിഞ്ഞാൽ 40% ഉണ്ടാവുള്ളൂ. പിന്നെ അത് 20 ആവും. അങ്ങനെ അവസാനം കുറേ ദിവസം കഴിഞ്ഞാൽ 10% താഴെ മാത്രമേ നമ്മുടെ മെമ്മറിയിൽ നിൽക്കുകയുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ എടുത്തൊരു ടോപ്പിക്ക് പഠിച്ചാലും, ഒരു ദിവസം മുഴുവൻ എടുത്തൊരു ടോപ്പിക്ക് പഠിച്ചാലും, ഒരു അരമണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിൽ ഒരു ടോപ്പിക്ക് പഠിച്ചാലും ഈ നിങ്ങളുടെ ഫോർഗെറ്റിങ്ങിൻ്റെ കേർവ് ഇങ്ങനെ തന്നെയാണ്. അതായത് പ്രോഗ്രസീവ്ലി നമ്മൾ ദിവസങ്ങൾ പോകും തോറും കൂടുതൽ കാര്യങ്ങൾ പയ്യെ മറന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം? സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്നുള്ളതാണ് ഇതിനുള്ള സൊല്യൂഷൻ. അതായത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു കൊട്ടേഷൻ വായിച്ചത് ഓർമ്മയുണ്ട്. അതായത് നമ്മൾ കരാട്ടയിൽ ഒരു കിക്ക് 1000 തവണ അല്ലെങ്കിൽ ഒരു പഞ്ച് 1000 തവണ പ്രാക്ടീസ് ചെയ്ത ആളെയാണ് ഏറ്റവും പേടിക്കേണ്ടത്, അല്ലാതെ 1000 ടൈപ്പ് പഞ്ചസ് അറിയാവുന്ന ആളെയല്ല. അപ്പം എത്ര തവണ നിങ്ങൾ റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ മനസ്സിൽ ഇത് നന്നായിട്ട് പതിയും. അതായത് ഒരു ടോപ്പിക്ക് ഇന്ന് പഠിച്ചാൽ 2 ദിവസം കഴിഞ്ഞ് ആ സെയിം ടോപ്പിക്ക് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ 1 വീക്ക് കഴിഞ്ഞ് റിവൈസ് ചെയ്യുക, 2 വീക്സ് കഴിഞ്ഞ് ഒന്നും കൂടി റിവൈസ് ചെയ്യുക. ഓരോ തവണ റിവൈസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻ കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി റിവൈസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്? പല കുട്ടികളും ചുമ്മാ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ വളരെ പാസീവായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് വളരെ റോങ് ആയിട്ടുള്ള ഒരു മെത്തഡാണ്. നമ്മൾ ആക്റ്റീവ്ലി, അതായത് നമ്മൾ തന്നെ എഫേർട്ട് എടുത്തിട്ട് വേണം റിവൈസ് ചെയ്യാൻ. അതായത് ബുക്ക് അടച്ചു വെച്ച് നമ്മൾ പറഞ്ഞു നോക്കണം. നമ്മൾ ആദ്യം പറഞ്ഞു നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും, നമുക്കൊന്നും ഓർക്കാനായിട്ട് കിട്ടില്ല. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടി ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് വളരെ നന്നായിട്ട് റീറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി പല മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ബുക്ക് നോക്കാതെ സ്വയം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതല്ലെങ്കിൽ മറ്റൊരാളെ നമുക്ക് പഠിപ്പിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ഓർത്തെടുത്തിട്ട് നമുക്ക് ആ ടോപ്പിക്കിനെ പറ്റി ബുക്കൊന്നുമില്ലാതെ സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പല മെത്തേഡ്സ് വഴി എഫേർട്ട് എടുത്തിട്ട് തന്നെ നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതിനെ എഫേർട്ട്ഫുൾ റീകോൾ എന്നാണ് പറയുന്നത്. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്ട്സ് മിക്സ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഫിസിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ഇന്നൊരു ദിവസം മുഴുവൻ ഫിസിക്സ് തന്നെ പഠിച്ചുകൊണ്ടിരുന്ന ആർക്കാണെങ്കിലും ബോറടിക്കും. അപ്പോൾ കുറച്ച് നേരം ഫിസിക്സ് പഠിച്ച് പിന്നെ ബയോളജി പഠിക്കുക, എന്നിട്ട് അത് കഴിഞ്ഞ് കെമിസ്ട്രി പഠിക്കുക, ഇങ്ങനെ ഇൻ്റർമിക്സ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ ഇൻ്റർമിക്സ് ചെയ്യുന്ന സമയത്ത് പല സബ്ജക്ട്സും തമ്മിലൊരു ലിങ്ക് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ ബയോളജിയിലും വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫിസിക്സിൽ പഠിച്ച ചില കാര്യങ്ങൾ കെമിസ്ട്രിയിലും വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു സബ്ജക്റ്റ് മാത്രമായി പഠിക്കാതെ മറ്റേ സബ്ജക്റ്റിനെ പറ്റി കൂടി അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റൊരു മെത്തേഡ് ഉള്ളത് നമ്മുടെ ബ്രെയിനിന് പരമാവധി രീതിയിൽ ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ബയോളജിയിൽ സെല്ലിനെ പറ്റി പഠിക്കുകയാണ്. അപ്പോൾ സെല്ലിനെ പറ്റി വായിക്കുന്നതിനോടൊപ്പം സെല്ലിൻ്റെ ചിത്രങ്ങൾ നോക്കാം, അതിൻ്റെ വീഡിയോസ് നോക്കാം, മറ്റൊരാൾ അതിനെപ്പറ്റി പറയുന്നത് കേൾക്കാം. അപ്പോൾ പരമാവധി സെൻസസിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇൻപുട്സ് കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ പല കുട്ടികളും പറയുന്നത് കേട്ടിട്ടുണ്ട്, പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകുന്നു. അതായത് പഠിക്കാൻ തുടങ്ങിയാൽ പിന്നെ ബയോളജി പഠിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഡോക്ടറായി 2-3 സർജറിയും ചെയ്ത് അമേരിക്കയിലും കാലിഫോർണിയയിലൊക്കെ പോയിട്ടായിരിക്കും ആൾ തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ നിലനിർത്താൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഓരോ വരിയിലും ഇങ്ങനെ കൈവച്ച് വായിക്കുക എന്നുള്ളതാണ്.
അതായത് നമ്മളിങ്ങനെ കൈവച്ച് ഓരോ വരിയുടെയും താഴെ കൈവച്ച് വായിക്കുന്ന സമയത്ത് മനസ്സിന് ഇങ്ങനെ പതറിപ്പോവാനുള്ള ടെൻഡൻസി കുറച്ച് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ള ഒരു ടെക്നിക്ക് ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങൾ ഒരു സുഹൃത്തിനോട് പറയുക എന്നുള്ളതാണ്. അതായത് എല്ലാ ദിവസവും ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇന്ന് ഇത്രയും പോർഷൻസ് പഠിച്ചു എന്നുള്ളത് ഒരു സുഹൃത്തിനോട് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ഐ എം അക്കൗണ്ടബിൾ ടു ദാറ്റ് പേഴ്സൺ. അതായത് എത്രയൊക്കെ ക്ഷീണിച്ചാലും കുറച്ച് ടോപ്പിക്സ് എങ്കിലും ഇദ്ദേഹത്തോട് പറയാൻ വേണ്ടിയിട്ടെങ്കിലും ഞാൻ പഠിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മെത്തേഡ്സിലൂടെ നമുക്ക് നമ്മുടെ സ്റ്റഡി ടെക്നിക്സ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക്കിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.